നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത് മഴക്കാല രോഗങ്ങളെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായി ഇൻറ്റേർണൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് ടീമിനെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കാൻ പോകുന്നത് ഡോക്ടർ ഗോപകുമാർ, ഡോക്ടർ ജ്യോതിഷ്, ഡോക്ടർ സഞ്ജയ് ആൻഡ് ഡോക്ടർ നിർമ്മൽ. ഡോക്ടർ ഗോപകുമാർ, എന്താണ് മഴക്കാല രോഗങ്ങൾ? നമസ്കാരം. ഞാൻ ഡോക്ടർ ഗോപകുമാർ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ, അപ്പോളോ അറ്റ്ലസ് ഹോസ്പിറ്റൽ, അങ്കമാലി. ഈ മഴക്കാല രോഗങ്ങളെ പറ്റി പൊതുവെ ആമുഖമായി പറയുമ്പം അത് ജലം അല്ലെങ്കിൽ മഴയുമായി ബന്ധപ്പെട്ടാണെന്ന് നമ്മൾ പൊതുവെ ധരിക്കാറുണ്ട്. എന്നാൽ മഴയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കാലാവസ്ഥാ മാറ്റങ്ങളും ഈ മഴക്കാല രോഗങ്ങളെ സ്വാധീനിക്കാറുണ്ട്, അല്ലെങ്കിൽ മഴക്കാല രോഗങ്ങൾക്ക് കാരണമാകാറുണ്ട്. അപ്പം ജലജന്യമായ രോഗങ്ങളെ പറ്റി നമുക്ക് ചിന്തിക്കണം. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചും ഉണ്ടാകുന്ന വ്യതിയാനങ്ങളിലുണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചും കൂടെ നമുക്ക് ചിന്തിക്കേണ്ടതാണ്. ഡോക്ടർ ജ്യോതിഷ്, മിക്ക അസുഖങ്ങളുടെ സിംറ്റംസും ഒരേപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഏത് അവസ്ഥയിലാണ് നമ്മളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മഴക്കാല രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു രോഗം മാത്രമല്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു രോഗങ്ങൾ മാത്രമല്ല, ഒരു വലിയ കൂട്ടം അസുഖങ്ങൾ തന്നെയാണ്. അതിൽ ഈ പറഞ്ഞ പോലെ ജലത്തിൽ കൂടെ പകരുന്ന അസുഖങ്ങൾ, ശ്വാസകോശത്തിൽ കൂടെ പകരുന്ന അസുഖങ്ങൾ, കൊതുക് മുതലായ ഈച്ച മുതലായ പ്രാണികളിൽ കൂടി പകരുന്ന അസുഖങ്ങൾ. അപ്പം ഇതിന് ഓരോന്നിനും ഓരോ തരത്തിലുള്ള ലക്ഷണങ്ങളാണ് പൊതുവെ നമ്മൾ കാണാറ്. അപ്പോൾ നമുക്കൊരു ഉദാഹരണം, നമ്മൾ വൈറൽ പനികൾ ഈ സീസണിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ വൈറൽ പനികൾ നമ്മൾ ഡെങ്കിപ്പനി അല്ലെങ്കിൽ സാധാരണ വൈറൽ പനി, ഇത്തരത്തിലുള്ള പനികൾ ലക്ഷണങ്ങൾ ആയിട്ട് നമ്മൾക്ക് വരുമ്പോൾ ഇവർക്കൊക്കെ എല്ലാവർക്കും തന്നെ പനി, ശരീരം വേദന, തലവേദന, അത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ് കാണുന്നത്. ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇത്തരം പനികൾ, വൈറൽ പനികൾ വരുമ്പോൾ ശക്തിയായിട്ടുള്ള തലവേദന, ശക്തിയായിട്ടുള്ള സന്ധിവേദന, അതുപോലെ വയറിളക്കം തുടങ്ങിയ ലക്ഷണങ്ങൾ, പിന്നെ ചിലർക്ക് പേശികൾ, മസിലുകൾക്ക് ഭയങ്കര വേദന പറയാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള രോഗങ്ങൾ, രോഗലക്ഷണങ്ങൾ ഡെങ്കിപ്പനി അല്ലെങ്കിൽ എലിപ്പനി മുതലായവയ്ക്ക് സാധാരണ നമ്മൾ കാണുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ സമീപിക്കണം. രണ്ടാമത്, നമുക്ക് ചിലപ്പോൾ വയറിളക്കം, ഈ വെള്ളത്തിൽ കൂടെ പകരുന്ന അസുഖങ്ങൾ പൊതുവെ വരുന്നത് മഞ്ഞപ്പിത്തം തുടങ്ങിയ അസുഖങ്ങളും വയറിളക്കം തുടങ്ങിയ അസുഖങ്ങളൊക്കെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള അസുഖങ്ങൾ, വയറിളക്കം, വിശപ്പില്ലായ്മ, ഛർദി, അതോടൊപ്പം പനി, അത്തരത്തിലുള്ള. അപ്പോൾ ഇത്തരത്തിലുള്ള അസുഖങ്ങളിൽ നമുക്ക് സാധാരണ വീട്ടിലെ ഇനിഷ്യൽ ട്രീറ്റ്മെന്റ് നമുക്ക് വെള്ളമൊക്കെ കുടിക്കാൻ പറ്റുമെന്നൊക്കെ നോക്കുക. പറ്റുന്നില്ലാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ, അതായത് നമ്മൾ കുടിക്കുന്ന വെള്ളം ശരീരത്തിൽ തങ്ങി നിൽക്കാൻ അല്ലെങ്കിൽ ചെല്ലാൻ സാധിക്കുന്നില്ല, അപ്പോൾ തന്നെ ഛർദ്ദിച്ചു പോവുകയാണ്, അല്ലെങ്കിൽ വയറിളക്കം പരിധിയിൽ കൂടുതലായി പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഡെങ്കിപ്പനി പോലെ കൊതുകുകൾ കൂടെ പകരുന്ന അസുഖങ്ങളും ചിലപ്പോൾ മലേറിയ പോലത്തെ അസുഖങ്ങളൊക്കെ കൂടുതൽ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ നമ്മൾ സാധാരണയിൽ കവിഞ്ഞുള്ള പനി അല്ലെങ്കിൽ അത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഡോക്ടറെ സമീപിക്കണം. സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് സാധാരണ വരുന്ന ജലദോഷപ്പനി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്കറിയാം, നമുക്ക് ചെറിയ വലിയ കുഴപ്പമില്ല, ഇത് നമുക്ക് തന്നെ വീട്ടിൽ നോക്കാം. സാധാരണ ഒരു പനിയുടെ ഒരു ഗുളിക എല്ലാം കഴിച്ച് വെള്ളമൊക്കെ നന്നായിട്ട് കുറിച്ച് ഹൈഡ്രേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ 2-3 ദിവസം കൊണ്ട് പനി കുറയുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അതിൽ കൂടുതലായിട്ട് ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ സമീപിക്കണം, സ്വന്തമായിട്ട് ചികിത്സ ചെയ്യാൻ പാടില്ല. ഡോക്ടർ സഞ്ജയ്, ഇപ്പോൾ ഈ മഴക്കാലത്ത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? നമസ്കാരം. ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന അസുഖങ്ങൾ വൈറൽ ഫീവേഴ്സ് ആണ്. വൈറൽ ഫീവേഴ്സ് കൂടുതൽ ആൾക്കാർ വരുന്നത് പനിയും ബോഡി പെയിനും നല്ല ക്ഷീണമൊക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നെ കാണുന്ന അസുഖങ്ങൾ ഈ മസ്കിറ്റോ ബോൺ ഡിസീസ് എന്ന് പറയുന്നത്, അതായത് ഡെങ്കിപ്പനി, മലേറിയ ഒക്കെയാണ് കൂടുതൽ വരുന്നത്. പിന്നെ പല ആൾക്കാർക്കും വയറിളക്കം, ഛർദിലൊക്കെ ആയിട്ട് വരുന്ന ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ്, ഹെപ്പറ്റൈറ്റിസ് എ, ടൈഫോയിഡ് പോലത്തെ പനികളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മോയ്സ്ചർ കണ്ടന്റ് നമ്മുടെ എയറിൽ കൂടുതലായതുകൊണ്ട് ഈ മൺസൂൺ സീസൺ അല്ലെങ്കിൽ റെയിനി സീസണിൽ നമുക്ക് ഒത്തിരി ഫംഗൽ ഇൻഫെക്ഷൻസ്, വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഇതിനൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ എയർബോൺ ഡിസീസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഹൈജീനാണ് മെയിനായിട്ട് നോക്കേണ്ടത്. നമ്മളെപ്പോഴും കൈയൊക്കെ വാഷ് ചെയ്തിരിക്കണം. പിന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം എപ്പോഴും ബോയിൽഡ് ആയിട്ടുള്ള വെള്ളം കുടിച്ചിരിക്കണം. അപ്പോൾ ഈ ടൈഫോയിഡും കോളറ അല്ലെങ്കിൽ ഈ ഹെപ്പറ്റൈറ്റിസ് പോലത്തെ അസുഖങ്ങളൊക്കെ മാറ്റാൻ. പിന്നെ മസ്കിറ്റോസ് പോലത്തെ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഡെങ്കു വൈറസ്, ഡെങ്കു ഫീവർ അല്ലെങ്കിൽ മലേറിയ, ഇതിനൊക്കെ നമ്മൾ വീട്ടിൽ മസ്കിറ്റോ നെറ്റ്സൊക്കെ വെക്കുന്നത് നല്ലതായിരിക്കും. ഡോക്ടർ നിർമ്മൽ, നമുക്ക് ഈ അസുഖങ്ങൾ വരുമ്പോൾ സ്വയം ചികിത്സ ചെയ്യാമോ ഇല്ലയോ? വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇപ്പോൾ പൊതുവേ ഈ മഴക്കാല രോഗങ്ങളിൽ ഏറ്റവും ആദ്യം വരുന്നത് വൈറൽ ഫ്ലൂകളാണ്, വൈറൽ പനികൾ. ഇപ്പോൾ ജലദോഷം, ചുമ, ഇപ്പോൾ ഇങ്ങനത്തെ രോഗലക്ഷണങ്ങളാണ് ഇതിന് ഏറ്റവും ആദ്യം ഉണ്ടാകുന്നത്.
അപ്പോൾ പൊതുവേ ഈ ഒരു ചെറിയ വൈറൽ ഫ്ലൂകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട് തന്നെത്താൻ മാറാറുണ്ട്. അപ്പോൾ പൊതുവേ ഈ വൈറൽ ഫ്ലൂകൾക്ക് പ്രത്യേകിച്ച് തുടർച്ചയായിട്ടുള്ള പനി കൂടുതൽ ദിവസം നിൽക്കുക, അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ 102, 103, അപ്പോൾ ഇത്തരം ഹൈ ടെമ്പറേച്ചറൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതിന് മരുന്ന് എന്തായാലും ആവശ്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ സെൽഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തിലല്ലാതെ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മറ്റും മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിനെയാണ് കൂടുതലും സെൽഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെൽഫ് ട്രീറ്റ്മെൻറ്റിന് കൊണ്ട് ഈ വൈറൽ പനികൾ പോലത്തേത് പെട്ടെന്ന് മാറാം. പക്ഷേ ഈ വൈറൽ പനികളിൽ കൂടെ തന്നെ വരുന്ന പനികളാണ് ഡെങ്കിപ്പനി, എലിപ്പനി തുടങ്ങിയ പനികൾ. ഇപ്പം ഡെങ്കിപ്പനിക്കും എലിപ്പനിക്കും ഏകദേശം ഒരേ രോഗലക്ഷണങ്ങളാണ്. ശരീരവേദന, പനി, തലവേദന, ഇതൊക്കെയാണ് കൂടുതലും വരുന്നത്. പക്ഷേ ഡെങ്കിപ്പനി എപ്പോഴും ആൻറ്റിബയോട്ടിക് ഒന്നും ആവശ്യമില്ലാത്തൊരു പനിയാണ്. പക്ഷേ എലിപ്പനിയാണെങ്കിലോ ആൻറ്റിബയോട്ടിക് ആവശ്യമുള്ളൊരു പനിയാണ്. അപ്പം നമുക്ക് അറിയുന്നില്ല എന്താണ് രോഗലക്ഷണം വരുന്നതെന്ന്. അപ്പം നമ്മുടെ ഡോക്ടറുടെ അടുത്ത് പോയി ഇത് കാണിച്ച് രോഗനിർണയം നടത്താതെ ഡെങ്കിപ്പനി സംശയിക്കുന്ന ഒരാളിൽ ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ചു തുടങ്ങുമ്പോൾ അത് ഗുണത്തേക്കാൾ ദോഷമാണ് വരുത്തുന്നത്. അതുമാത്രമല്ല, ഡെങ്കിപ്പനിയിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഈ ലാബ് ടെസ്റ്റ് ചെയ്ത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ആൾ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും, അല്ലെങ്കിൽ 3-4 ദിവസം കഴിയുമ്പോഴാണ് കൂടുതലും ഈ ഒരു പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നത്. അപ്പോഴേക്കും പനി പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പം ചില ആളുകളിൽ ഇത് ബ്ലീഡിങ്ങിലോട്ടും മരണത്തിലോട്ടും വരെ കാരണമാവും. അപ്പോൾ അതേസമയം എലിപ്പനിയിൽ കൃത്യമായിട്ട് ആൻറ്റിബയോട്ടിക് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്കും വളരെ ചീപ്പായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുമാണ്. പക്ഷെ ഇത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ആളുകൾ അത് ആന്തരികാവയവങ്ങൾ തകരാറിലാവുന്ന പ്രശ്നത്തിലോട്ട് പോവാം. ജോണ്ടിസ് വരാം, മഞ്ഞപ്പിത്തം വരാം, അതേപോലെ കിഡ്നി പ്രശ്നങ്ങളിലോട്ട് ഇത് നയിക്കും. അപ്പോൾ അതിന് പുറമെ തന്നെ ഇപ്പം ആൻറ്റിബയോട്ടിക് ഇത്ര ദിവസം കഴിക്കണമെന്നുണ്ട്. അപ്പോൾ അത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിച്ച് പനി മാറി നിർത്തുമ്പം ഭാവിയിൽ അത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്, പിന്നെ അതേപോലെ തന്നെ ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പം രോഗനിർണയം നടത്തുന്നതിന് ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞും പനി മാറിയില്ല എന്നുണ്ടെങ്കിൽ കടയിൽ പോയി മരുന്ന് കടയിൽ പോയി മരുന്ന് മേടിക്കാതെ ഒരു ഡോക്ടറെ കാണിച്ച് എന്തായാലും രോഗനിർണയം നടത്തി കൃത്യമായിട്ടുള്ള മരുന്ന് മേടിച്ച് കഴിക്കുന്നതായിരിക്കും ബെറ്റർ. ഡോക്ടർ ഗോപകുമാർ, ഈ ഒരു സമയത്ത് വാക്സിനേഷൻ്റെ പ്രാധാന്യം എന്താണെന്നൊന്ന് പറഞ്ഞുതരാമോ? പഴയ കാലത്ത് വാക്സിനേഷൻ എല്ലാവർക്കും അറിയാം. DPT, അതായത് ട്രിപ്പിൾ പോളിയോ, അല്ലെ പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി, ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ കൂടുതലും ഇൻഫ്ലുവൻസ വാക്സിൻ, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഒക്കെ എടുക്കുന്നുണ്ട്. ഇൻഫ്ലുവൻസ വാക്സിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ശ്വാസകോശ രോഗങ്ങളുള്ളവർ, ബ്രോങ്കിയൽ ആസ്മ അല്ലെങ്കിൽ COPD എന്ന് പറയുന്ന പുകവലി മൂലമൊക്കെ ഉണ്ടാകുന്ന ചില പഴകിയ ശ്വാസകോശ രോഗങ്ങൾ, ട്യൂബർക്ലോസിസ് പോലെയുള്ള രോഗങ്ങളോ ഉള്ളവരോ, അല്ലെങ്കിൽ അതിന് ചികിത്സിച്ചിട്ടുള്ളവരോ, അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലും ക്യാൻസർ പോലെയുള്ള രോഗം, അതായത് പ്രതിരോധ ശക്തി കുറയുന്ന അവസ്ഥയുള്ള അതിന് ചികിത്സ എടുക്കുന്നവരോ, അതുപോലെ ഡയബറ്റിസ്, സിവിയറായിട്ട് ബ്ലഡ് ഷുഗർ ഉള്ളവരെ, ഇങ്ങനെയുള്ള ഇമ്മ്യൂണോ കോംപ്രമൈസ് എന്ന് പറയും, അല്ലെങ്കിൽ സ്റ്റെറോയിഡ് എടുക്കുന്നവരോ, പൊതുവേ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി കുറവാണെങ്കിൽ അവർ ഈ ഇൻഫ്ലുവൻസ വാക്സിൻ, ഈ പറഞ്ഞ ഫ്ലൂ വാക്സിൻ എടുക്കുന്നത് നല്ലതാണ്. എന്നാൽ ഇപ്പോൾ അല്ലാതെ തന്നെ ആൾക്കാർ ഈ വർക്കിംഗ് ഡേയ്സ് കുറയാതിരിക്കാനും, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് അങ്ങനെ വരാതിരിക്കാനും, കൂടുതൽ സമയം അവധി എടുക്കാതിരിക്കാനും വേണ്ടി കൂടുതലായിട്ട് എടുക്കുന്ന ഒരു കാര്യമുണ്ട്. പക്ഷേ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ആണ് പൊതുവെ എപ്പോഴും നല്ലത്. എന്ന് മാത്രമല്ല, വൈറസ് വേരിയേഷൻ, മ്യൂട്ടേഷൻ എന്നൊക്കെ പറയും. അപ്പോൾ അത് വൈറസ് ചിലപ്പോൾ ഓരോ സീസണിലും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ പൊതുവെ അങ്ങനെ എല്ലാവരും എടുക്കണമെന്ന് നമുക്കൊരു ധാരണ കൊടുക്കുന്നത് തെറ്റാണ്. ഈ പറഞ്ഞ പോലെ ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ, അതുപോലെ സ്പ്ലീനിന്റെ സർജറിയൊക്കെ ചെയ്തവർ, അങ്ങനെ പല രീതിയിൽ പ്രതിരോധ ശക്തി കുറവുള്ളവർ, കൂടുതലും ശ്വാസകോശ രോഗങ്ങളുള്ളവരൊക്കെയാണ് ഇതെടുക്കുന്നത്. പ്രായമായവർ, അങ്ങനെ വൾണറബിൾ പീപ്പിൾ എന്ന് പറയുന്നത്, അതായത് കൂടുതൽ രോഗം വരാനും വന്നു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷനും വരാൻ സാധ്യതയുള്ളവർ എടുക്കുന്നത് നല്ലതാണ്. അല്ലാതെ ജനറലായിട്ട് എല്ലാവരും എടുത്തു കളയാൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ അത്ര നല്ല പ്രവണതയായിരിക്കില്ല. പിന്നെ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നേരത്തെ ജ്യോതിഷ പറഞ്ഞതുപോലെ ഫുഡ് ബോൺ, അതായത് വാട്ടർ ബോൺ, ജലം അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങളിൽ കൂടെ പകരുന്നതാണ്. ബി അങ്ങനെയാണ്. അപ്പൊ അതിന് നമ്മൾ തിളപ്പിച്ച വെള്ളം കുടിക്കുക, അതുപോലെ പേഴ്സണൽ ഹൈജീൻ നോക്കുക, ഇതൊക്കെ മതിയാവും. എന്നാൽ ഒരു ഏരിയയിൽ സ്കൂള്, കോളേജ് അല്ലെങ്കിൽ ചില പ്രത്യേക ഏരിയകളിൽ എപ്പിഡമിക് എന്ന് പറയും, വളരെയധികം പേർ അവിടെ വരുന്നുണ്ടെങ്കിൽ സമീപത്തുള്ളവർ വേണമെന്നുണ്ടെങ്കിൽ വാക്സിൻ എടുക്കാം. അതുപോലെ തന്നെ ഹോസ്റ്റല്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് സിറ്റികളിലും ഔട്ട്സൈഡ് ഫുഡ് കൂടുതൽ കഴിക്കുന്നവരോ, ഹോസ്റ്റൽ ഫുഡ്, അവർ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ എടുക്കുന്നത് നന്നായിരിക്കും. അല്ലാതെ എല്ലാവരും ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ എടുക്കണം എന്നൊരു ട്രെൻഡ് ഇതുവരെ വന്നിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ വരാൻ സാധ്യതയുള്ള ചില ആൾക്കാരും ചില പ്രദേശങ്ങളിലുമാണ്. ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ കൂടുതലായിട്ട്
ഈ മഴക്കാല രോഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാക്സിനേഷൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓക്കെ. ഡോക്ടർ ജ്യോതിഷ്, മഴക്കാലത്ത് നമ്മൾ പേഴ്സണൽ ഹൈജീനിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള രോഗ സംക്രമണ രീതികളാണ് കാണാറ്. അപ്പം വായുവിൽ കൂടി പകരുന്ന ശ്വാസകോശത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള അസുഖങ്ങൾ, നമുക്ക് കൊതുകിൽ കൂടി അല്ലെങ്കിൽ ഈച്ചയിൽ കൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രാണികളിൽ കൂടി പകരുന്ന അസുഖങ്ങൾ, പിന്നെ ജലത്തിലൂടെ കുടിക്കുന്ന വെള്ളത്തിലൂടെ പകരുന്ന അസുഖങ്ങൾ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബ്രോഡായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇതിന് ഓരോന്നിനും ഓരോ രീതിയിലുള്ള മാർഗങ്ങളാണ് നമുക്ക് സ്വീകരിക്കുന്നത്. വ്യക്തിശുചിത്വം ഇതിൽ എല്ലാത്തിലും വരും. അപ്പോൾ നമുക്ക് വായുവിൽ കൂടി പകരുന്ന അസുഖങ്ങളാണെങ്കിൽ ഇപ്പൊ ജലദോഷം, തുമ്മല് അല്ലെങ്കിൽ ചുമ ഉള്ള ആളുകൾ തുമ്മുന്ന സമയത്തോ ചുമയ്ക്കുന്ന സമയത്തോ ഒരു തൂവാല കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ, ചില സമയത്ത് നമുക്ക് തൂവാല ഇല്ലെങ്കിൽ ഇവൻ നമ്മൾ നേരത്തെ കോവിഡിന്റെ സമയത്ത് പറഞ്ഞിരുന്ന പോലെ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് തുമ്മ ഒക്കെ ചെയ്യാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തിൽ നിന്നുള്ള സ്രവങ്ങൾ ബാക്കിയുള്ളവരിലേക്ക് പകരാതിരിക്കാൻ നമുക്ക് ഏത് രീതിയിൽ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യാം. അപ്പോൾ തൂവാലയായിരിക്കാം, ഒന്നുമില്ലെങ്കിൽ നമുക്ക് കയ്യോ എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിൽ അത് തടഞ്ഞു നിർത്താം. ഇതിനകത്ത് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ജലദോഷം അല്ലെങ്കിൽ ഈ ചുമയുള്ള കുട്ടികളെ സ്കൂളിൽ വിടുമ്പോഴാണ്. അപ്പോൾ സ്കൂളിൽ ചിലപ്പോൾ നമുക്ക് പലപ്പോഴും ഇതെല്ലാം നിർബന്ധിക്കാൻ പറ്റില്ല. കുട്ടികളാണ് ചിലപ്പോൾ അവരത് വിട്ടു. അപ്പൊ അത്തരത്തിലുള്ള കുട്ടികളെ സ്കൂളിൽ വിടാതിരിക്കുക എന്നുള്ള ഒരു ഇത് ചെയ്യാൻ പറ്റും. അത് പേരൻസ് വിചാരിച്ച് അത് ചെയ്യണം. പിന്നെ കുട്ടികളെ ഇത്തരത്തിലുള്ള വ്യക്തി ശുചിത്വങ്ങളെ കുറിച്ചിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. കൈ ഇടയ്ക്കിടയ്ക്ക് സാനിറ്റൈസർ ഉപയോഗിക്കുന്നത് നല്ല ശീലമാണ്. അത് കോവിഡിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതെല്ലാം ഒന്നും കൂടെ നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. പിന്നീട് നമ്മൾ പേഴ്സണലായിട്ട് പാലിക്കേണ്ട ഒരു അകലം, സാധാരണ നമ്മൾ ചുമക്കോ തുമ്മൊക്കെ ചെയ്യുമ്പോൾ ഏകദേശം 1.5 മീറ്റർ, ഒരു 5 അടിക്ക് അപ്പുറത്ത് ആളുകൾ ആണെങ്കിൽ അത് വലിയ കാര്യമായിട്ട് പകരുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. അപ്പം ഒരു 5 അടിക്ക് അപ്പുറത്ത് നിന്നിട്ട് സംസാരിക്കുക എന്നുള്ള, ഒരുപാട് അടുത്ത് നിന്നിട്ട് കെട്ടിപ്പിടിച്ച് സംസാരിക്കുക, അത്തരത്തിലുള്ള കുട്ടികളാണ് ഇതൊക്കെ കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും നമ്മൾ പേഴ്സണലായിട്ട് ഇതൊക്കെ ശീലിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. രണ്ടാമത്തേത് നമുക്ക് കൊതുകുകളിൽ കൂടി അല്ലെങ്കിൽ പ്രാണിയിൽ കൂടി പകരുന്ന രോഗങ്ങൾ. അപ്പോൾ ഇത് നമ്മൾ പൊതുവെ കാണുന്നത്, ഇപ്പോൾ കൊതുകുകളൊക്കെ ഇപ്പം ഡെങ്കിപ്പനിയുടെ കൊതുകുകൾ പലപ്പോഴും ശുദ്ധജലത്തിൽ ആണ് മുട്ടയിട്ട് പെരുകുന്നത്. അപ്പോൾ നമ്മുടെ പറമ്പുകളിലൊക്കെ മഴ പെയ്തതിന് ശേഷം ചിലപ്പോൾ ചെറിയ ചിരട്ടകളോ ചെറിയ പഴയ ട്യൂബുകളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെറിയ ഇലയ്ക്കുള്ളിൽ പോലും വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടുന്ന് ഇത് പകരാൻ വളരെ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നമ്മൾ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് അവയെ എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകിട്ടോ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൊതുകുകൾ പെറ്റുപെരുകുന്നത് കുറഞ്ഞിരിക്കുകയും അതുവഴി നമ്മൾ ഈ പുറത്ത് പോകുമ്പോൾ നമുക്ക് കൊതുകടി ഏൽക്കാനുള്ള സാധ്യത കുറഞ്ഞിരിക്കുകയും ചെയ്യും. പക്ഷെ പലപ്പോഴും വീടിനകത്തൊക്കെ ചിലപ്പോൾ നമുക്ക് അതെല്ലാം ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ വീട്ടിനകത്തും കൊതുക് കയറാത്ത രീതിയിലുള്ള നെറ്റുകൾ ഉപയോഗിക്കുക. നമ്മൾ ബെഡിലാണെങ്കിൽ രാത്രി ബെഡിന് ചുറ്റും നെറ്റ് ഉപയോഗിക്കുക. പിന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പുറത്തൊക്കെ പോകുന്ന സമയത്ത് ചില മോസ്കിറ്റോ റിപ്പല്ലൻസ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. പലതും അവൈലബിൾ ആണ്, നല്ലതാണ്. അപ്പോൾ യൂസ് ചെയ്യുക. മോസ്കിറ്റോ റിപ്പൽസ് നമ്മൾ വീടിനുള്ളിൽ കത്തിച്ച് വെക്കുന്ന സാധനങ്ങൾ എത്രത്തോളം പ്രയോജനമുണ്ട്, പക്ഷേ അതുകൊണ്ട് ചിലപ്പോൾ ശ്വാസകോശത്തിന് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള ഉപയോഗിക്കുമ്പോൾ അലർജി ഉള്ളവർ ഉപയോഗിക്കാതിരിക്കുക, കഴിയുന്നതിൻ്റെ ഉപയോഗം കുറയ്ക്കുക, മറ്റുള്ള മാർഗ്ഗങ്ങൾ അവലംബിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പം അത്തരത്തിൽ പ്രാണികളെയും കൊതുകുകളെയും അകറ്റി നിർത്തുക. പിന്നെ നമുക്ക് വരുന്നത് ഈ പറഞ്ഞ ഭക്ഷണത്തിൽ കൂടെയും വെള്ളത്തിൽ കൂടെയും പകരുന്ന അസുഖങ്ങളാണ്. ഇതിന് നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള കുടിക്കാൻ പറ്റുന്ന വെള്ളം കുടിക്കുക. പലപ്പോഴും നമ്മൾ പുറത്ത് ചില സമയത്ത് ചെന്ന് കുടിക്കുകയോ അല്ലെങ്കിൽ കഴിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ എന്നാലും നമുക്ക് ഇൻസിസ്റ്റ് ചെയ്യാം, തിളപ്പിച്ചാറ്റിയ വെള്ളം തരണം എന്നൊക്കെ ഹോട്ടലിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരും. പിന്നെ കൈ കഴുകുക. നമ്മൾ ടോയ്ലറ്റോ അല്ലെങ്കിൽ വാഷ്റൂംസ് യൂസ് ചെയ്തതിന് ശേഷം കൈ ശുദ്ധമായി കഴുകുക, സോപ്പും വെള്ളവും ഉപയോഗിച്ച് തന്നെ കഴുകുക. അല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിച്ച് നല്ലപോലെ ക്ലീൻ ചെയ്യുക. ഇത്തരത്തിലുള്ള ഇത് ചെയ്യുന്നതോടുകൂടി ഭക്ഷണം നല്ലത് കഴിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. സ്റ്റെയിൽ ഫുഡ്, പഴകിയ ഭക്ഷണമാണെങ്കിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ നമുക്കൊരു മാലിന്യത്തിൻ്റെ ഒരു തോന്നുകയാണെങ്കിൽ കഴിയുന്നതും കഴിക്കാതിരിക്കുക, അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള പേഴ്സണൽ പ്രൊട്ടക്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഓരോ അസുഖത്തിനും ഓരോന്നാണെങ്കിലും നമ്മൾ ജനറലായിട്ട് പറയാവുന്നത് നമ്മുടെ കൈ വൃത്തിയായിട്ട് സൂക്ഷിക്കുക, ശുദ്ധമായ ജലം ഉപയോഗിക്കുക, ഭക്ഷണം പഴകിയത് കഴിക്കാതിരിക്കുക, ശുദ്ധമായിട്ടുള്ള നല്ല ഭക്ഷണം കഴിക്കുക, പിന്നെ കൊതുക്, പ്രാണി ഇവയിൽ നിന്ന് ഇവയെ അകറ്റി നിർത്താനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ചെയ്യുക.
വ്യക്തികൾ തമ്മിലുള്ള അകലം സംസാരിക്കുമ്പോഴും ബാക്കിയുള്ള കാര്യങ്ങളിലും ഒരു 1.5 മീറ്ററെങ്കിലും സൂക്ഷിക്കുക. ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ നമ്മുടെ സ്രവങ്ങൾ ബാക്കിയുള്ളവരിലേക്ക് വരാതിരിക്കാനും ബാക്കിയുള്ള സ്രവങ്ങൾ നമ്മളിൽ വരാതിരിക്കാനും ഒരു കർച്ചീഫ് യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് തടഞ്ഞു നിർത്തുകയോ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ വരുന്നത് ഇപ്പം ഈ മഴക്കാലത്ത് വരുന്നത് പലപ്പോഴും നമ്മൾ വെള്ളത്തിലൊക്കെ ചിലപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ വെള്ളമൊക്കെ ഉള്ള സ്ഥലമായിരിക്കും. അപ്പം ഈ മലിനജലമാണെങ്കിൽ അപ്പോൾ തന്നെ വന്ന് സോപ്പിട്ട് കാലൊക്കെ കഴുകി വൃത്തിയാക്കുക, ഒപ്പി തുടച്ചുണക്കി വയ്ക്കുക. മുറിവുകളുണ്ടെങ്കിൽ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം മുറിവിൽ കൂടി ഈ എലിപ്പനിയുടെ രോഗാണുക്കൾ കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. പിന്നെ നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ചെളിവെള്ളം ഉള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ നമ്മൾ ചില വർക്കേഴ്സൊക്കെ അതുപോലെയൊക്കെ ചെയ്യേണ്ടിയൊക്കെ വരാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർ തീർച്ചയായും ഒരു നല്ല ഗംബൂട്ട് പോലത്തെ നീളമുള്ള ഷൂ, വെള്ളം കയറാത്ത രീതിയിലുള്ള ഷൂ യൂസ് ചെയ്യുന്നതും അത്തരത്തിലുള്ള കയ്യുറകളും ഒക്കെ മാലിന്യജലവുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് വരാതെ സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത്തരത്തിലുള്ളവർ പലപ്പോഴും നമ്മൾ പ്രൊഫൈലാക്റ്റിക്കായിട്ട് ആൻറ്റിബയോട്ടിക് എടുക്കാനും പറയാറുണ്ട്. കാരണം എലിപ്പനി ഇതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു നമ്മൾ അറിയത്തില്ല. ചെളിവെള്ളത്തിലൊക്കെ ചവിട്ടി നമ്മൾ വന്ന് ഒരു 3-4 ദിവസം 4-5 ദിവസം കഴിയുമ്പോഴത്തേക്കും പനിയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഏത് പനിയാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അത്തരത്തിലുള്ളവർ ഈ മലിനജലവുമായിട്ട് കോണ്ടാക്റ്റ് വന്നവർ ഡോക്സിസൈക്ലിൻ പോലത്തെ മരുന്നുകൾ പ്രൊഫൈലാക്റ്റിക്കായിട്ട് ആഴ്ചയിൽ 200 മില്ലിഗ്രാം വെച്ചിട്ട് കഴിക്കുന്നതിനെ കുറിച്ചിട്ട് ഒരു പരാമർശമുണ്ട്. അത് പേഴ്സണൽ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ തന്നെ വരും. അത് അത്തരത്തിൽ പ്രവർത്തിക്കുന്നവർക്കാണ് അത് കൂടുതൽ ഇമ്പോർട്ടൻ്റ്. ബാക്കിയുള്ളവർക്ക് നേരത്തെ പറഞ്ഞ വ്യക്തി ശുചിത്വത്തെക്കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഡോക്ടർ സഞ്ജു, ഇപ്പോൾ നമുക്കൊരു പേഷ്യൻ്റ് വന്നു, ആ പേഷ്യൻ്റ് ഡെങ്കു പോസിറ്റീവാണ്. ആ പേഷ്യൻറ്റ് നമ്മൾ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു, പക്ഷേ പേഷ്യൻ്റ് റെഡിയല്ല അഡ്മിറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഏത് സാഹചര്യത്തിലാണ് പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക? ഡെങ്കു പേഷ്യൻസ് നമ്മളുടെ അടുത്ത് വരുമ്പോൾ നമ്മളിപ്പം പല ആൾക്കാർ ബ്ലഡ് ടെസ്റ്റ് പുറത്തുനിന്ന് ചെയ്തിട്ട് നമ്മളുടെ അടുത്ത് വരും. അല്ല ചില പേഷ്യൻസ് പനിയും ബോഡി പെയിൻ ആയിട്ട് നമ്മളുടെ അടുത്ത് വരും. അപ്പോൾ നമുക്ക് അതൊരു ക്രൈറ്റീരിയ വേണം, അഡ്മിറ്റ് ആക്കണോ വേണ്ടത്. ചില പേഷ്യൻസ് നമുക്ക് ഒ പിയിൽ തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റും, ചില പേഷ്യൻസിന് നമ്മൾ അഡ്മിറ്റ് ആക്കേണ്ടി വരും. പേഷ്യൻസ് നമ്മളുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് പനി ബോഡി പെയിൻ ആയിട്ട് വരുമ്പോൾ അവരുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന 2-3 പാരാമീറ്റേഴ്സ് ഉണ്ട്. ഹീമോഗ്ലോബിൻ, PCV അല്ലെ ഹെമാറ്റോക്രിറ്റ്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, ഇതാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ തീരുമാനിക്കും അഡ്മിഷൻ വേണോ വേണ്ടതെന്ന്. പിന്നെ നമ്മൾ ക്ലിനിക്കൽ സയൻസ് നോക്കും. അതായത് നമ്മൾ പേഷ്യൻ്റെ പ്രഷർ നോക്കും, പേഷ്യൻ്റെ പൾസ് നോക്കും, പിന്നെ നമ്മളൊരു ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്യും. ഇത് വെച്ചിട്ട് നമ്മൾ തീരുമാനിക്കും ഡെങ്കു ഫീവർ സിവിയർ ആണോ അല്ലയോ എന്ന്. ഇപ്പോൾ ഒരു മൈൽഡായിട്ടുള്ള ഡെങ്കു ഫീവർ ആണെങ്കിൽ നമുക്ക് പേഷ്യൻസിനോട് ആ കൂടെ പറയാനുള്ള സപ്പോർട്ടീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പേഷ്യൻസിനോട് പറയാം നല്ലതായിട്ട് വെള്ളം കുടിക്കുക, ഒരു 2 ലിറ്റർ വെള്ളം കുടിക്കുക. പിന്നെ പറയാനുള്ളത് പാരസെറ്റമോൾ കഴിക്കുക. എന്നിട്ട് ഒരു 3 ഡേയ്സ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറയും. പക്ഷേ ഈ പേഷ്യൻസ് സിവിയർ ആണെങ്കിൽ, സിവിയർ ഡെങ്കു ഫീവർ എന്ന് പറയുമ്പോൾ പേഷ്യൻസിന് ബ്ലീഡിങ് ടെൻഡൻസീസ് ആണ്. ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് വായിൽ നിന്ന് ഗം ബ്ലീഡിങ് ഉണ്ടാവും, ചില ആൾക്കാർക്ക് മൂക്കിൽ നിന്ന് ബ്ലീഡിങ്, അല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ അവിടെ ബ്ലീഡിങ്. അങ്ങനെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവാണെങ്കിൽ, ഒരു ലെസ് ദാൻ 75,000 ആണെങ്കിൽ നമ്മൾ ഒരു അഡ്മിഷൻ പറയുന്നതായിരിക്കും. നമുക്ക് വാർഡിലല്ലേ റൂമിൽ അഡ്മിറ്റ് ആക്കാം. ICUവിൻ്റെ ഒരു ഇൻഡിക്കേഷൻ വരുവാണെങ്കിൽ പേഷ്യൻസ് ഭയങ്കര ബാഡായിട്ട് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നല്ലതായിട്ട് 10,000 താഴെ കുറയണം, BP വല്ലാതെ കുറയണം, അങ്ങനെ വേറെ ഓർഗൻ ഡാമേജ്, അതായത് ലിവർ എൻസൈംസ്, ക്രിയാറ്റിനൊക്കെ കൂടുതലാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ICU അഡ്മിഷൻ പറയേണ്ടി വരും. ഏത് ലെവൽ ബ്ലഡ് കൗണ്ട് വരെ വരുമ്പോൾ നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ ആവശ്യം വേണ്ടി വരും? യെസ്, അപ്പോൾ നമുക്ക് എല്ലാ പേഷ്യൻസിനും നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അതായത് പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒരു 10,000 താഴെ വരിക, അല്ലെങ്കിൽ പേഷ്യൻസിന് ബ്ലീഡിങ് മാനിഫെസ്റ്റേഷൻ വിത്ത് 20,000 താഴെ വരുവാണെങ്കിൽ നമുക്ക് പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ടി വരും. ഓക്കെ ഡോക്ടർ നിർമ്മൽ, ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നു, അവർക്ക് 2 more കോമോർബിഡിറ്റീസ് ഉണ്ട്, ലൈക്ക് ഷുഗർ, പ്രഷർ എല്ലാം ഉള്ള ഒരു പേഷ്യൻ്റാണ്. അപ്പോൾ അവരിൽ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൺസിഡറേഷൻ കൊടുക്കണോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് വേണോ വേണ്ടയോ? മലയാളികളാകുമ്പോൾ പൊതുവെ കണ്ടുവരുന്നത് ഒരു മിഡിൽ ഏജ് ആകുമ്പോഴേക്കിനും മെറ്റബോളിക് ഡിസീസസ്, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഇപ്പം ഇങ്ങനെയുള്ള അസുഖങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പം പ്രമേഹം പൊതുവെ ഇമ്മ്യൂണിറ്റി കുറച്ച് താക്കുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള രീതിയിൽ ഷുഗർ കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആളുകളുടെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ഈ മഴക്കാല രോഗങ്ങൾ, ഇങ്ങനത്തെ അസുഖങ്ങൾ, ഫ്ലൂ പോലത്തെ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം ട്രീറ്റ്മെൻറ്റ് 2 പേർക്കും ഒരുപോലാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം ഇവർക്ക് വിശപ്പിൽ വ്യത്യാസം വരാം. വിശപ്പ് വളരെ കുറവായിരിക്കും. അപ്പം നമ്മൾ വിശപ്പ് കുറവുള്ള ഒരാൾക്ക് ഇൻസുലിൻ ഡോസ് സാധാരണയുള്ള ഡോസിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഷുഗർ താഴ്ന്നു പോയി കൂടുതൽ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം
അപ്പോൾ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഷുഗറിൻ്റെ ലെവൽ മോണിറ്റർ ചെയ്ത് വിശപ്പ് കുറവാണെന്ന് പറയുമെങ്കിലും ആവശ്യമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ നിർബന്ധിച്ച് കുറച്ചും കൂടെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരു ഡയറ്റ് ആസ്പെക്റ്റും കൂടെ ശ്രദ്ധിച്ച് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ഇപ്പോൾ പൊതുവെ കോമോബിഡിറ്റീസ് ഉള്ള ആളുകൾ സാധാരണ കോമോബിഡിറ്റീസ് ഇല്ലാത്ത ആളുകളെക്കാട്ടിലും കൂടുതലായിട്ട് അഡ്മിറ്റ് ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഈ വരാൻ പോകുന്ന മഴക്കാലത്തിൽ ഈ വരാൻ പോകുന്ന അസുഖങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്ന എല്ലാ ഡോക്ടേഴ്സിനും നന്ദിയുണ്ട്. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും നന്ദി. താങ്ക് യു.